ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പർദ്ദ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ പഴയ പർദ്ദയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. DIY ആയിട്ടുള്ള ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തായാലും പർദ്ദകളൊക്കെ ഉണ്ടാവുമല്ലോ, പഴയ പർദ്ദകളൊക്കെ. അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഡ്രസ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷനും ഉറപ്പുവരുത്തുക. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇത് ലേസ് ഒക്കെ ഉള്ള ഒരു പർദ്ദയാണ്. അപ്പൊ ഈ ലേസ് ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഓവർകോട്ട് തയ്ച്ചെടുക്കുന്നത് നോക്കാം. അപ്പൊ ഈ ലേസ് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് വേറെ ഏതെങ്കിലും ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് എടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ആം ഹോളിന്റെ ആ ഒരു സൈഡിൽ നിന്നും നേരെയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പർദ്ദയുടെ ബാക്ക് സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ രണ്ട് സീമും ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ വരുന്നത് 7 ഇഞ്ച് ആണ്. ഇവിടെ നമുക്ക് ലൈന് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് അവിടുന്ന് താഴത്തേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി അവിടെ സ്ട്രൈറ്റ് ലൈന് വരഞ്ഞെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് വരുന്നത് 10.5 ഇഞ്ച് ആണ്. അപ്പൊ ഞാനിവിടെ സീം അലവൻസ് കൂടി ചേർത്തിട്ടുള്ള അളവാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ എൽ ഷേപ്പ് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് താഴത്തേക്കായിട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അവിടെ ആയിട്ട് നമുക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ 1/2 ഇഞ്ച് മാത്രമേ സീം അലവൻസ് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് വരഞ്ഞെടുക്കാം. പിന്നെ ഈ പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴത്തെ ഭാഗത്തായിട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടുന്ന് വേസ്റ്റിലേക്ക് ഇതുപോലെ ലൈന് വരഞ്ഞെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ട് പീസ് ആണ്. അപ്പൊ അതിനായിട്ട് ഇതിൽ ബാക്കി വന്നിട്ടുള്ള പീസ് കറക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബാക്ക് പീസ് എടുത്തിട്ട് ഇതിന്റെ മേലെ വെച്ച് കൊടുക്കാം. ഇതിന്റെ സൈഡ് ഭാഗത്തായിട്ട് തന്നെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ സൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സൈഡും അതുപോലെ തന്നെ ഷോൾഡറും മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു മടക്കിൽ നിന്നും 3 ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഫോൾഡിങ്ങിന്റെ ഭാഗത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ലൈന് മേലെ വരെ വരഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ലൈന് വരഞ്ഞിട്ടുണ്ട്. ഈ ലൈനിൽ കൂടി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് സൈഡും കൂടി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഷോൾഡറിന്റെ സ്ലോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ട് 2 പീസും ഒരുമിച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം, 3 ഇഞ്ച്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ലൈന് വരഞ്ഞെടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്കിലെ നെക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് ഫ്രണ്ടിലത്തെ പീസ് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് താവില് ബാക്കിലെ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വരെ എടുക്കാവുന്നതാണ്. ഇതുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് വേണം. അപ്പൊ അതിനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ സ്ലീവിന്റെ തന്നെ പോർഷൻ എടുക്കാം. എന്നിട്ട് ഇവിടുന്ന് താഴത്തേക്കായിട്ട് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ലൈന് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെയും 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്ലീവിന്റെ ഈ ഒരു സൈഡ് ഷേപ്പ് ആക്കി കൊടുക്കാം. സ്ലീവിന്റെ ലെങ്ത് വരുന്നത് 19 ഇഞ്ചാണ്. സ്ലീവിന്റെ വിഡ്ത്ത് വരുന്നത് 4.5 ഇഞ്ചാണ്. പിന്നെ ഒരു 1/2 ഇഞ്ച് കൂടി ചേർത്തിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസും അതുപോലെ തന്നെ ഈ ഒരു പീസും കൂടി കൂട്ടിയടിച്ചു കൊടുക്കാം. 2 സൈഡിലും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുക്കാം. ഇപ്പൊ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതിന്റെ ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും പീസിന്റെ നല്ല വശം ചേർത്ത് വെക്കുക. എന്നിട്ട് ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ബാക്കിലത്തെ ആ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ബാക്ക് നെക്കും അതുപോലെ തന്നെ ഷോൾഡറും. പിന്നെ നമുക്ക് ആം ഹോള് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലത്തെ സ്ലീവിന്റെ ആം ഹോളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രസ്സിന്റെ ആം ഹോളും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഡ്രസ്സും സ്ലീവും കൂടി അറ്റാച്ച് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പീസ് വേണം. ഈ പീസിന്റെ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ച് ആണ്. ഇത് സ്ലീവിലേക്ക് വെക്കാനുള്ള പീസാണ്. അപ്പൊ 2 പീസസ് എടുക്കാം. ഇനി നമുക്ക് സ്ലീവിന്റെ അറ്റത്ത് ഈ ഒരു പീസ് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അറ്റത്ത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് സൈഡ്സ് കൂട്ടി അടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ 1/2 ഇഞ്ചാണ് സീം എലമെന്റ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ സൈഡ് കൂട്ടി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഓവർകോട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണിത്. നമുക്ക് എന്താ പറയാ, പാന്റിന്റെയും ടോപ്പിന്റെ ഒക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സാണ്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. അപ്പൊ ഏത് ഡ്രസ്സിന്റെ കൂടെയും നമുക്ക് ഓവർകോട്ടായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അപ്പൊ ഞാനിതൊരു ബനിയന്റെ കൂടെ ഇതുപോലെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഒരു ഫുൾ സ്ലീവ് ഒക്കെ ഉള്ള ഒരു ഡ്രസ്സാണിത്. അപ്പൊ താങ്ക് യു.